ഇന്ന് നല്ല ഒരു അടിപൊളി പാർസലുണ്ട്. വർക്കലയിലേക്കാണ് പാർസൽ വിടുന്നത്. 155, 65, 13 ടയർ സൈസ് വരുന്നത്. യോക്കോഹോമയുടെ 2 ടയർ നമ്മൾ പാർസൽ വിടുന്നതാണ്. വർക്കലയിലേക്കാണ്. അപ്പോൾ അത് നമ്മൾ എത്രയും ദൂരം 600 കിലോമീറ്റർ അപ്പുറത്തേക്കാണ് നമ്മൾ പാർസൽ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇനി ഒരു ടയർ ഷോപ്പിൽ പോയിട്ട് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ബബിൾസോ കാര്യങ്ങളോ എയറോ അല്ലെങ്കിൽ അടിച്ച് ലീക്കോ എയർ കയറാത്ത പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇതേപോലെ അലോയിൽ കയറ്റി അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഉണ്ട്. നിങ്ങൾ ആ ഒരു ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. 155, 65, 13. അതായത് ഒരു പുതിയ ടയറിനെ വെല്ലുന്ന യൂസ്ഡ് ടയറാണ്. യൂസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡിലേക്ക് വരുന്നത് പൊട്ടൻ ടയർ, അതായത് ക്രാക്ക്, പിന്നെ മഞ്ഞ് കൊണ്ട് വെയിലത്തൊക്കെ ഇട്ട് ഉണങ്ങി അങ്ങനെ ഉപയോഗിക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന ടയർ. നമ്മളൊരു കോൺസെപ്റ്റില്ല, നമ്മൾ ഇതുവരെ ഉപയോഗിക്കാതിരിക്കുമ്പോൾ നമ്മൾ കാണാതിരിക്കുമ്പോൾ നമുക്ക് വരുന്ന മൈൻഡിലേക്ക് വരുന്ന ഒരു സംഭവം അതാണ്. പഴയ ടയർ, ഒരു ഉണങ്ങിയ ടയർ, പൊട്ടിത്തെറിക്കുന്ന ടയർ, യൂസ്ഡ് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ, പുതിയ തന്നെ വേണ്ടേ, പുതിയതാകുമ്പോൾ ഒന്നും ചിന്തിക്കണ്ട, പുതിയത് ആകുമ്പോൾ കണ്ണും പൂട്ടി നമുക്ക് ഉപയോഗിച്ച് പറക്കാമെന്നൊക്കെ ഉള്ള ഒരുപാട് നമ്മളെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, മിസ് കോൺസെപ്റ്റ്. അങ്ങനെ അതിനെ മറികടന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടയർ വരുന്നത്. ഇതൊരു 90% വരെ റിയൽ ത്രെഡ് വരുന്നുണ്ട്. പേച്ചും പഞ്ചറും ക്രാക്കും ബെൻഡൊന്നും ഉണ്ടാവും. ഇത് വാഗണർ, കേട്ടണ്, അങ്ങനെ ഒരുപാട് വണ്ടിയുണ്ട്, സാൻഡ്രോ. അതിനൊക്കെ നമുക്ക് രാജകീയമായിട്ട് ഫ്രണ്ടിലും ബാക്കിലോട്ട് ഓടാൻ പറ്റും. ഇത് വളരെ ഡിസ്ക്രിപ്റ്റീവായിട്ട് വിശദീകരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. കാരണം നിങ്ങൾക്ക് ഒരു തവണയെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പ്രീമിയം വാഹനത്തിനെങ്കിൽ കൊച്ചു വാഹനം നിങ്ങളുടെ ഇഷ്ട വാഹനത്തിന് ഇട്ട് നോക്ക്, എന്നിട്ട് പറയും.